ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായ തുർക്കിയിൽ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏഷ്യ മൈനറിൽ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഥമ അപ്പസ്തോലിക യാത്ര, മിഷണറി യാത്രയുടെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. ലയോ 14 മാർപ്പാപ്പ പിന്നീട് ഏകദേശം ഒരു 1:30 മണിയോടുകൂടി തുർക്കിയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയും തുർക്കി രാജ്യത്തിൻ്റെ ഫൗണ്ടറുമായ തുർക്കി റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകനുമായ മുസ്തഫ കെമൽ അറ്ററ്റുർക്കിൻ്റെ മോണമെൻ്റ് ഹില്ല് സന്ദർശിക്കും. അവിടെയാണ് ഈ തുർക്കി രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മുസ്തഫ കെമൽ അറ്ററ്റുർക്കിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. അവിടെ പീസ് പാർക്കുണ്ട്. ആ പീസ് പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ച ഒരു പീസ് പാർക്ക് അവിടെയുണ്ട്. 48,500-ലധികം വൃക്ഷങ്ങളാണ് അവിടെയുള്ളത്. 104 വിവിധ സ്പീഷീസിൽപ്പെടുന്ന ചെടികളും വൃക്ഷങ്ങളുമാണിത്. അറ്റാച്ചുർക്ക് മൗസോളയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തുർക്കിയുടെ സ്ഥാപക നേതാവായിരുന്ന മുസ്തഫ കെമൽ യുവജനങ്ങളോട് പറഞ്ഞ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ തങ്കലിപികളിൽ തുർക്കിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മൗസോളിയത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മാർപ്പാപ്പ പോകുന്നത് പ്രസിഡൻഷ്യൽ പാലസിലേക്കാണ്. പ്രസിഡൻഷ്യൽ പാലസിലാണ് ഔദ്യോഗികമായ വെൽക്കം സെറമണി മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അവിടെ തുർക്കിയുടെ പ്രസിഡൻ്റായ എർദോഗണുമായും അതോടൊപ്പം തന്നെ വിവിധ ഗവൺമെൻറ് ഒഫീഷ്യൽസും ഡിപ്ലോമാറ്റിക് കോർപ്സുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ചകൾ നടത്തും. അന്ന് ഉച്ച കഴിഞ്ഞ് പിന്നീട് മാർപ്പാപ്പ ഏകദേശം 5:20 അവിടെ നിന്ന് ഈസ്റ്റാംബൂളിലേക്ക് വിമാന മാർഗത്തിൽ മാർപ്പാപ്പ യാത്ര തിരിക്കും. അവിടെ 7 മണിക്ക് മാർപ്പാപ്പ എത്തിച്ചേരും ഈസ്റ്റാംബൂളിൽ. 28-ാം തീയതി 9:30 കാലത്ത് ഹോളി സ്പിരിറ്റ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചിട്ട് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ അവിടെയുള്ള എല്ലാ ബിഷപ്സിനെയും വൈദികരെയും അതോടൊപ്പം തന്നെ സന്യാസ സമർപ്പിതരെയും ഡീക്കന്മാരെയും മറ്റ് അൽമായ പ്രതിനിധികളെയൊക്കെ ഈ കത്തീഡ്രലിൽ വെച്ച് കാണുന്നതായിരിക്കും. അവിടെ വെച്ച് അദ്ദേഹം പ്രത്യേകമായ ഒരു സന്ദേശം അവർക്ക് നൽകുന്നതായിരിക്കും. 10:40 അവിടെ ഒരു സിസ്റ്റേഴ്സ് ഓഫ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ, അവിടെയുള്ള നഴ്സിംഗ് ഹോം പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ സന്ദർശിക്കുന്നതായിരിക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 2:15 ഹെലികോപ്റ്ററിൽ ലയോ 14 മാർപ്പാപ്പ നൈസയ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ പേര് ഇസ്നിക് എന്നാണ്, നൈസയൻ എക്യുമേനിക്കൽ കൗൺസിലിൻ്റെ 1700ാമത് വാർഷികത്തോടനുബന്ധിച്ച് അവിടെ സന്ദർശിക്കുവാനും വിവിധ പേട്രിയാർക്കുമാരെ കാണുവാനും കൂടിക്കാഴ്ച നടത്തുവാനുമായി അവിടേക്ക് പോകുന്നതായിരിക്കും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ 3:30 പ്രത്യേകമായിട്ട് സഭകൾ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന എക്യുമെനിക്കൽ പ്രയർ സർവീസ് നടത്തപ്പെടുന്നതായിരിക്കും. അതിനുശേഷം 4:30 പരിശുദ്ധ പിതാവ് ഹെലികോപ്റ്ററിൽ ഈസ്റ്റാംബൂളിലേക്ക് വീണ്ടും യാത്ര തിരിക്കും. 6:30 അവിടെയുള്ള മെത്രാന്മാരുമായിട്ട്, ഒരു പ്രൈവറ്റ് ഡെലഗേഷൻ ഉള്ള മെത്രാന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും. അതിനുശേഷം 29-ാം തീയതി നവംബർ മാസം, ഈ മാസം ശനിയാഴ്ച പരിശുദ്ധ പിതാവ് 9 മണിക്ക് സുൽത്താൻ അഹമ്മദ് മോസ്ക് സന്ദർശിക്കുന്നതായിരിക്കും. ഇതറിയപ്പെടുന്നത് ബ്ലൂ മോസ്ക് എന്നാണ്. 1609 1617 കാലഘട്ടത്തിലാണ് ഈ മോസ്ക് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഹാഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് കൂടി ഉയർത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ മോസ്ക് ഇതിനു മുമ്പ് ഇവിടെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2006 വന്നപ്പോഴും സന്ദർശിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ മോസ്ക് തൻ്റെ തുർക്കി സന്ദർശന വേളയിൽ പ്രത്യേകമായി സന്ദർശിച്ചിരുന്നു. 9:45 അവിടെയുള്ള ലോക്കൽ ക്രൈസ്തവ നേതാക്കന്മാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തും. ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് സെയിൻറ്റ് ജോർജ് പേട്രിയാർക്ക്
ദേവാലയം മാർപ്പാപ്പ സന്ദർശിക്കുന്നതായിരിക്കും. അന്ന് ഈസ്റ്റേൺ ഓർത്തഡോക്സ് കത്തീഡ്രലാണ് ഈ സെൻറ്റ് ജോർജ് ദേവാലയം എന്ന് പറയുന്നത്. ഇവിടെ ബെർത്തലോമിയോ ഒന്നാമനുമായി, അവിടുത്തെ പേട്രിയാർക്ക് ബെർത്തലോമിയോ ഒന്നാമനുമായി കൂടിക്കാഴ്ച നടത്തും. ബെർത്തലോമിയോ ഒന്നാമനും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിൽ ആഴമായ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ ബെർത്തലോമിയോ ഒന്നാമൻ അറിയപ്പെടുന്നത് ഗ്രീൻ പോപ്പ് എന്നാണ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്ത് ഇക്കോളജിയെക്കുറിച്ച് എഴുതിയ പുസ്തകം ബെർത്തലോമിയോ ഒന്നാമനെ കുറിച്ച് പ്രത്യേകം ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുമായി ആഴമായൊരു സ്നേഹ സൗഹൃദ ബന്ധത്തിൽ പോവുകയാണ് ബെർത്തലോമിയോ ഒന്നാമൻ പേട്രിയാർക്ക്. ഏതായിരുന്നാലും എക്യുമെനിക്കൽ പേട്രിയാർക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2009 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പത്രോസ് ലീഹായുടെ തിരുശേഷിപ്പുകൾ, ഏകദേശം 9 ബോൺസ്, എല്ലുകളുടെ ഭാഗങ്ങൾ ഈ പേട്രിയാർക്കിന് സമ്മാനമായി പ്രത്യേകമായി കൊടുത്തിരുന്നു. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2006 പോപ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തുർക്കി സന്ദർശിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ബെർത്തലോമിയോ ഒന്നാമൻ പേട്രിയാർക്കിൻ്റെ പ്രത്യേകമായ ക്ഷണപ്രകാരമാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തുർക്കി സന്ദർശിക്കുവാനായിട്ട് ഇടയായത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പേട്രിയാർക്കായ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പേട്രിയാർക്കായ ബെർത്തലോമിയോ ഒന്നാമൻ മാർപ്പാപ്പ 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉദ്ഘാടന കുർബാന കത്തോലിക്ക സഭയുമായുള്ള വിഭജനത്തിന് ശേഷം 1054 വിഭജനത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഒരു പേട്രിയാർക്ക് വത്തിക്കാനിൽ വന്ന് പോപ്പിൻ്റെ പ്രഥമ ദിവ്യബലിയിൽ ഒരു പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന പ്രഥമ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളൊരു സവിശേഷത കൂടി അതിനുണ്ടായിരുന്നു. വാർത്തയിലേക്ക് തിരിച്ചു വരുമ്പോൾ അന്ന് തന്നെ 29 ശനിയാഴ്ച അന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് 3:50 ഇതര സഭകളുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് ഡിക്ലറേഷൻ ലയോ 14 മാർപ്പാപ്പയും അതോടൊപ്പം തന്നെ ബെർത്തലോമിയോ ഒന്നാമൻ പേട്രിയാർക്കും ഒക്കെയായിട്ട് ഒപ്പിടുന്നതായിരിക്കും. പിന്നീട് 5 മണിക്ക് പരിശുദ്ധ പിതാവിൻ്റെ ലയോ 14 മാർപ്പാപ്പയുടെ ഒരു ദിവ്യബലി അർപ്പണമുണ്ടായിരിക്കും. പിറ്റേ ദിവസം നവംബർ 30 കാലത്ത് 9:30 മണിക്ക് അർമേനിയൻ അപ്പസ്തോലിക് കത്തീഡ്രൽ ലയോ 14 മാർപ്പാപ്പ സന്ദർശിക്കും. ഈ കത്തീഡ്രലോ അറിയപ്പെടുന്നത് കത്തീഡ്രൽ ഓഫ് അനി എന്നാണ് അറിയപ്പെടുന്നത്. 1064 ഇത് മോസ്കാക്കി മാറ്റിയെങ്കിലും പിന്നീട് അത് തിരിച്ച് അവർക്ക് അർമേനിയൻ സഭയ്ക്ക് കൊടുക്കുകയുണ്ടായി. 12:30 മാർപ്പാപ്പ അവിടെയുള്ള എല്ലാ സഭകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് എക്യുമെനിക്കൽ ബ്ലെസ്സിങ് നൽകുന്നതായിരിക്കും. 1 മണിക്കാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പേട്രിയാർക്കായ ബെർത്തലോമിയോ ഒന്നാമനുമായിട്ട് ലയോ 14 മാർപ്പാപ്പ ലഞ്ച് പങ്കിടുന്നത്. 2:15 ആയിരിക്കും ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഫെയർവെൽ സെറമണി മാർപ്പാപ്പയ്ക്ക് ഒരുക്കുക. അദ്ദേഹം 2:45 ലെബനോണിലെ ബെയ്റൂട്ടിലേക്ക് തിരികെ തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയ്ക്ക് വേണ്ടി യാത്രയാകും.